നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ അയൽവാസികൾക്ക് വേണ്ടി? ഉണ്ടോ? ഉണ്ടോ? അയൽവാസികൾക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കാറില്ല അല്ലേ? അത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരെന്ന്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലുണ്ടല്ലോ ഇരട്ടി അഭിഷേകം കിട്ടും. ഇത് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ആത്മീയ സീക്രട്ടാണ്. കാരണം പഴയ നിയമത്തിലെ ഒരു കഥാപാത്രം, വ്യക്തിയെ നമുക്കറിയാം, ജോബ്. ആരാണ് ജോബ്? ജോബിന്റെ പ്രത്യേകത എന്താ? ജോബ് തൻ്റെ വീടിൻ്റെ കാര്യം മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ. ജോബിന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം തിരുവചനം ഒന്ന് വായിച്ചേ. ജോബിന്റെ ഒരു പ്രത്യേകത എഴുതിയിട്ടുണ്ട്, നമുക്കൊക്കെ പ്രായോഗിക തലത്തിൽ സ്വീകരിക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. സൽക്കാര ദിനങ്ങൾ കഴിയുമ്പോൾ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തിന്റെ അപ്രീതിക്ക് പാത്രമായിട്ടുണ്ടാവാമെന്ന് വിചാരിച്ച് ജോബ് അവരെ വിളിച്ചു വരുത്തി ശുദ്ധീകരിക്കുകയും അതിരാവിലെ എഴുന്നേറ്റ് ഓരോ പുത്രനും വേണ്ടി ദഹനബലി അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു. കണ്ടോ ജോബിന്റെ പ്രത്യേകത കണ്ടോ? ജോബ് തൻ്റെ വീട്ടുകാർക്ക് വേണ്ടി എന്നും പ്രാർത്ഥിച്ചിരുന്ന, ദഹനബലി അർപ്പിച്ചിരുന്ന ഒരാളാണ്. ആര്? ജോബ്. പക്ഷെ ഈ ജോബിന്റെ ജീവിതത്തിൽ അടിക്കടി പലതരത്തിലുള്ള തകർച്ചകൾ, വലിയ ഭാരങ്ങൾ. ഈ ഭാരങ്ങളൊക്കെ മാറിയത് എപ്പോഴാണെന്നറിയാവോ? ജോബിന്റെ പുസ്തകം 42-ാം അധ്യായം അതിന്റെ 10-ാം തിരുവചനം. ജോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു. അവിടുന്ന് അത് ഇരട്ടിയാക്കി കൊടുത്തു. കണ്ടോ? എപ്പോഴാ? ജോബ് അയൽവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ നഷ്ടപ്പെട്ടത് ഇരട്ടിയാക്കി ദൈവം ജോബിന് കൊടുത്തു.